കാപ്പിയുടെയോ ചായയുടെയോ ചൂടാറിയാൽ നമ്മൾക്ക് സഹിക്കാനാവില്ല. ചൂടാറിയാൽ പിന്നെ ചായ എന്തിനു കൊള്ളാമെന്ന് വാദിക്കുന്നവർ ഉണ്ടാകും. എന്നാൽ ആവി പാറുന്ന കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ശീലം പതിവാക്കിയാൽ ക്യാൻസറിന് കാരണമാകാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഉയർന്ന ചൂടിൽ ഇത്തരം പാനീയങ്ങൾ കുടിക്കുന്നത് നമ്മുടെ ദഹനനാളി അഥവാ ഭക്ഷണക്കുഴലിൽ പൊള്ളലുണ്ടാക്കാനും അവിടുത്തെ കോശങ്ങൾ നശിച്ചു പോകാനും കാരണമാകും. ഇത് ക്യാൻസറിലേക്ക് നയിക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു. 2016 ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടോടെ പാനീയങ്ങൾ കുടിക്കുന്നതിന് കാർസിനോജനിക് എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരുന്നു. വിറകടുപ്പിലെ പുകയോ ചുവന്ന മാംസം അമിതമായി കഴിക്കുന്നതിനു തുല്യമായ ആരോഗ്യ സങ്കീർണത ഇതുണ്ടാക്കുമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. സൗത്ത് അമേരിക്കയിൽ നടന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരമൊരു നടപടി. പഠനത്തിൽ ഹെർബൽ ചായ 70 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടോടെ കുടിക്കുന്നവരിൽ ദഹനനാളിയിൽ ക്യാൻസർ വരാനുള്ള ഉയർന്ന സാധ്യത കണ്ടെത്തിയിരുന്നു. സമാനമായ പഠനഫലങ്ങൾ ആഫ്രിക്ക, റഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും കണ്ടെത്തിയിരുന്നു. ഈ വർഷം UK-യിൽ 50 ലക്ഷത്തോളം മുതിർന്ന വ്യക്തികളെ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ ചൂടോടെ പാനീയങ്ങൾ കുടിക്കുന്നത് ദഹനനാളിയിലെ ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചു. ചൂട് ചായ കുടിക്കാത്തവരെ അപേക്ഷിച്ച് ഒരു ദിവസം 8 കപ്പ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അളവിൽ ചൂട് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നവരിൽ ഏതാണ്ട് 6 മടങ്ങ് ദഹനനാളിയിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തി. ചൂട് തട്ടുന്നത് ദഹനനാളിയിലെ സ്വാഭാവിക സംരക്ഷണ കവചം തകരാറിലാവുകയും ഗ്യാസ്ട്രിക് ആസിഡ് റിഫ്ലക്സിന് തകരാർ സംഭവിക്കാനും ഇടയാകുമെന്നതാണ്. കാലക്രമേണ ഇത് ക്യാൻസറായി മാറാമെന്നും ഗവേഷകർ പറയുന്നു. ഒറ്റത്തവണ വലിയ അളവിൽ കുടിക്കുന്നത് അപകടത്തിൻ്റെ ആഘാതം കൂട്ടുമെന്നും ഗവേഷകർ പറയുന്നു. 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കാപ്പി അല്ലെങ്കിൽ ചായ ഒറ്റമിഴിക്കിൽ കുടിക്കുന്നത് ദഹനനാളിയിലെ ചൂട് 12 ഡിഗ്രി സെൽഷ്യസായി വർദ്ധിക്കുന്നു. പതിവാക്കുന്നതോടെ ഇത് കോശങ്ങളെ തകരാറിലാക്കാം. അതേസമയം ഒറ്റമിഴിക്കിൽ ചെറിയ അളവിൽ കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് ദീർഘകാലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നും ഗവേഷകർ പറയുന്നു. 57.8 ഡിഗ്രി സെൽഷ്യസാണ് സുരക്ഷിത അളവായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്.